അപ്പോൾ 2026 തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ 3 സിനിമകൾ കണ്ടു. അപ്പം അതിൽ എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയ സിനിമകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സെക്കൻഡ് സിനിമ ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ദ അഗ്ലി എന്ന് പറയുന്ന മൂവിയാണ്. ഈ അഗ്ലി എന്ന പടം ഒരു പല ഇൻ്റർവ്യൂസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു പുതിയ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറെ പടങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ ഇൻ്റർവ്യൂവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ല രണ്ടാമത്തെ ഇൻ്റർവ്യൂവിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നല്ലവരെന്ന് തോന്നുന്ന ഒരു മോശപ്പെട്ടവരായിട്ട് തോന്നാം, മോശം എന്ന് തോന്നുന്നവരെ നല്ലവരായിട്ട് തോന്നാം. ആ രീതിയിലാണ്. മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ക്യാരക്ടേഴ്സ് മനസ്സിലാകുന്നതാണ്. 4, 5, 6, 7 അങ്ങനെ 8ാമത്തെ ഇൻ്റർവ്യൂയോടുകൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. വളരെ നല്ലൊരു സിനിമയായിട്ട് തോന്നി. എത്ര വിരൂപയാണെങ്കിലും എത്ര ആൾക്കാർക്ക് വെറുക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും. അവരുടെ ക്യാരക്ടറോ അഭംഗിയോ കാഴ്ചയിലുള്ള അഭംഗിയോ ഒന്നും നമ്മളെ ഒരുപാടങ്ങ് ബാധിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ആ ഒരു സ്നേഹബന്ധമുണ്ട്, ആ ഒരു ബോണ്ടുണ്ട്. അവർ ചിലപ്പോൾ മോശം ക്യാരക്ടറാണെങ്കിലും അച്ഛൻ അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു ബോണ്ടുണ്ട്. അതുപോലെ അവർക്കായാലും മക്കളെന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ മോശമായാലും നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് എന്തൊരു അസുഖങ്ങളുണ്ടായാലും ആ ഒരു ബോണ്ട് പ്രത്യേക ഒരു ബോണ്ടാണ്. അതിനെക്കുറിച്ചാണ് ദ അഗ്ലി എന്ന സിനിമ പറയുന്നത്. ഒരു സമയത്ത് വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ഓർമ്മകൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് അമ്മ നഷ്ടപ്പെട്ടു എന്നും നമ്മുടെ അച്ഛനാണ് നമ്മളെ ഒറ്റയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരമ്മ ഇല്ലാത്ത വേദന നമ്മളെ അറിയിക്കാതെ വളർത്തിക്കൊണ്ടു വന്നതും എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ബബിളിലാണ് അമ്മ ജീവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസമാണ് അറിയുന്നത് അമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്ന് ബോഡിയൊക്കെ കിട്ടുകയാണ്. ഒരു ഫോട്ടോ പോലും ഇല്ല അമ്മയുടെ. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സ് കാണാൻ വരുമ്പോൾ അവർക്കും വേണ്ടത് പൈസയാണ്. അമ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊന്നുമല്ല അവർ വേദനയെന്ന് മനസ്സിലാക്കി അമ്മ ഒരു അഗ്ലിയായിരുന്നു അവർ പറഞ്ഞ് ഇയാൾ അറിയുകയും ചെയ്യുന്നു. അപ്പം അതുവരെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ അവരുടെ അച്ഛൻ്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ചും പ്രൗഡായിട്ട് അതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാറ്റി ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയെ പറ്റി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സെൽഫിഷ്നെസ് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ടും ശരി അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടില്ലേ, അതുകൊണ്ട് ഇവരുടെ കൂടെ അവൻ പോകുന്നു. ഓരോരോ ഇൻ്റർവ്യൂസായിട്ട് അമ്മയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ അറിയപ്പെടുന്നു. അവർ വർക്ക് ചെയ്ത് ഒരു സ്ഥലത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഓണറിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓണറിൽ നിന്ന് അൺപ്ലസൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സത്യങ്ങൾ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് സിനിമ പോകുന്നത്. ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനി അങ്ങോട്ട് സ്പോയിലർ അലേർട്ടാണ്. ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ദ അഗ്ലി എന്ന സിനിമ നിങ്ങൾ കാണാം. കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തെറ്റ് ചെയ്തത് നമ്മുടെ അച്ഛനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ വരച്ചു വെച്ചാൽ നമ്മൾ പണി കഴിപ്പിച്ച ആ ഒരു വലിയ ചിത്രത്തിൽ വലിയ നന്മ മനസ്സുള്ള ഒരു അച്ഛൻ്റെ രൂപം പെട്ടെന്ന് ഇടിഞ്ഞില്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ. നമുക്കെല്ലാം നഷ്ടപ്പെടുത്തിയതും അയാൾ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ. ഒരു MSW ഒക്കെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ കുറിച്ച് പഠിക്കുന്നവർക്ക് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. അതിനകത്ത് അതിൻ്റെ ഏതെല്ലാം തലത്തിലൂടെയാണ് ആൾക്കാരുടെ ചിന്തകൾ പോകുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ആ സിനിമ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു പടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.